ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മാരേജ് വ്ളോഗ് കാണാൻ പോകണം, അതായത് മിനി മാരേജ് വ്ളോഗ് കാണാൻ പോകണം. ആക്ച്വലി ഞാൻ വർക്ക് കഴിഞ്ഞ് വരാൻ സമയമായി, എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി വേഗം റെഡിയായി. അവസാനം വന്ന് നോക്കുന്ന സമയത്ത് മോശക്കുട്ടി അവിടെ കളിച്ച് നിൽക്കായിരുന്നു, അവളിനെയൊക്കെ നോക്കി നിന്നു. ഞങ്ങൾ വന്ന സമയത്ത് വണ്ടി പോയി, അടുത്ത വണ്ടി ടാറ്റ സുമിയിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ മണ്ഡപം എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതും ഡയറക്റ്റ് മിനി ചേച്ചിനെ കാണാൻ പോയി. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് എല്ലാ സാരിയും ശരിക്കും പറഞ്ഞാൽ എല്ലാ മേക്കപ്പും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ സത്യം പറയാം. ലൈറ്റ് മേക്കപ്പ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം എല്ലാ സാരിയും 3 സാരി മൊത്തത്തിൽ, രാത്രി 2 സാരി, രാവിലെ 1 സാരി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഥയും കാര്യങ്ങളൊക്കെ പറയുന്നു. കാരണം തലേ ദിവസം തന്നെ എൻഗേജ്മെൻറ്റുമാണ്, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അവിടെ അങ്ങനെയാണ്, തലേ ദിവസം ഒരു എൻഗേജ്മെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് സാരി കൊടുത്തിട്ട് റെഡി ആവാൻ വേണ്ടി പോയിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഡെക്കറേഷൻസ് കാര്യങ്ങളും എല്ലാം ലിമിറ്റഡായിട്ട് നല്ല നല്ല വൈബായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ എന്തൊക്കെയോ നടന്നു എന്ന് പറയുള്ളൂ. ഇതാണ് എൻഗേജ്മെൻറ്റ് സാരി. അതിൽ ചേച്ചി നല്ല ക്യൂട്ടായിട്ടില്ലേ, നന്നായിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫോട്ടോഗ്രാഫർ മാറി മാറി ഫോട്ടോ എടുക്കുകയാണ്. അതിനിടയിൽ കൂടെ ഞങ്ങൾ പോയപ്പോൾ ഞാൻ വേണമെങ്കിൽ മാറി തരും, നിങ്ങൾ ഫോട്ടോ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടായി. അതിനുശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം നലങ്ക് വെക്കാൻ, അതായത് ഒരു ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഏട്ടനെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മഞ്ജു സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ രമ്യ വന്നു, രമ്യൻ്റെ കൂടെയും കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ അങ്ങനെ ഏട്ടൻ വന്ന ശേഷം അവർ രണ്ടുപേരും ഫോട്ടോ എടുത്തു. പിന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്യലായിരുന്നു, ചേച്ചിയുടെ പേര് ഏട്ടനും ഏട്ടൻ്റെ പേര് ചേച്ചിക്ക്. അങ്ങനെ പിന്നെ ഓൾ ടൈം എപ്പോഴും ഫോണില്ലെങ്കിൽ അവൾ ചാവും. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പോൾ അവർ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കലായിരുന്നു. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ച് നമ്മൾ നിന്നു. പക്ഷെ എന്നാലും വിട്ടില്ല, ഞങ്ങളും പോയി ഫോട്ടോസ് എടുത്തു. ഏട്ടനെ മാറ്റിയെടുത്തു, ചേച്ചിനെ മാറ്റിയെടുത്തു, ഞങ്ങളെടുത്തു, അങ്ങനെ കുറേ എടുത്തു. പിന്നെ ബാൽക്കണിയിൽ വന്ന് വെറുതെ വായി നോക്കി നിന്നപ്പം രമ്യയ്ക്കും മഞ്ഞയ്ക്കും നല്ല വിശപ്പായിരുന്നു. ശരി വേണ്ട ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതൊരു സ്ഥലത്ത് കയറി പോകാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്, അയ്യോ കുറച്ച് ഡാൻസ് കളിച്ചോളൂ. ഞങ്ങൾ കുറേ റീൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ. അവസാനം ഞങ്ങൾക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ 3 കൂടി എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് കളിച്ചു ഗൈസ്. പക്ഷെ നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വന്നു. ഫുള്ള് ബ്ലൂപ്പറായിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഇതിൽ വൈറ്റ് മിസ്സിങ് ആണ് ആക്ച്വലി. അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് വയ്യ, ഒന്നും അവൾ വന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ പോരാട്ടത്തിന് ശേഷം ഒരു 2 ഡാൻസ് റീൽസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ മഞ്ഞയ്ക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ചേച്ചി ഫുഡ് വേണം എന്നുള്ളതും അവൾ എന്തൊക്കെയൊക്കെയോ പറയണം, എനിക്ക് മതിയായിരുന്നു. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കണ സമയത്ത്, അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും അവർ വെറുതെ വിട്ടില്ല ഗൈസ്. ഇന്നത്തെ ഒരു ദിവസമല്ലേ, സമാധാനം അങ്ങനെയെന്നുള്ള അവസ്ഥയ്ക്കാണ് എല്ലാവരും. അങ്ങനെ പത്തിരി, പൊറോട്ട, അതുപോലെ തന്നെ ഇടിയപ്പം, അതൊക്കെയായിരുന്നു ഫുഡിൻ്റെ മെനു. എന്നിട്ട് മഞ്ജുവിനെ വീഡിയോ എടുക്കുമ്പോൾ മഞ്ജു ചേച്ചി വേണ്ട ചേച്ചി. അപ്പോൾ എനിക്ക് ബിരിയാണി കിട്ടിയെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ മഞ്ജു പറഞ്ഞു, ഇല്ല രാവിലെ ഞാൻ ബിരിയാണി സെറ്റാക്കി തരേണ്ടിയുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഡൺ എന്നൊക്കെ പറയുന്നത്. വെളിയിലുള്ള ചോറില്ലാണ്ട് അപ്പുറത്തെ ആളുടെ ചോറേ കഴിക്കുള്ളൂ എന്നുള്ളത് മഞ്ഞയ്ക്ക് നിർബന്ധം. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മിനി ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ പോയ സമയത്ത് നെക്സ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ പാല് തേക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മേക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം നമ്മൾ ആ മുടി ചേച്ചിക്ക് പിന്നെ എല്ലാവരും പോയി വെച്ചാൽ ഞങ്ങൾ നൈറ്റ് പോവും, രാവിലെ വരാമെന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ചെക്കനും പാല് തേക്കാൻ തുടങ്ങി. അപ്പോൾ ചേച്ചിക്ക് മുടി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഏട്ടന് പാല് തേക്കൽ തുടങ്ങി. അപ്പോൾ അവരുടെ കസിൻസും കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ വന്ന് ചെയ്യും. ഞങ്ങൾ വീണ്ടും പോസ്റ്റ് അടിച്ചു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പ്രാന്തായിട്ട് അവസാനം വേറൊരു ബാൽക്കണി സെറ്റപ്പിൽ പോയി ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂജാരി താത്തൻ, മുത്തശ്ശൻ എന്ന് പറയും. അപ്പോൾ ആളും ടാറ്റ ബൈ പറയും. ഇതാണ് ഞങ്ങളുടെ ബഡ്ഡീസുകൾ, അതായത് ഞങ്ങളുടെ കൂടെ പഠിച്ച കുറേ എണ്ണങ്ങൾ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടലാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് അവർ ചോദിക്കണം. അവരവിടെ നിന്നിട്ട് ഞങ്ങളെ ഫുള്ള് കളിയാക്കണം. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട്, ഇതാണ് അജി, അവൻ എന്നെ നല്ലോണം പറയുന്നുണ്ട് ഗൈസ്. അതിനുശേഷം മിനി ചേച്ചിക്ക് പാലതേക്കൽ ചടങ്ങായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആകെ മതിയായി സത്യം പറഞ്ഞു, വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും റെഡിയായി പോകാൻ. അത്യാവശ്യം നല്ല സമയമായി, നന്നായി ഡേറ്റ് ആക്കാൻ രാവിലെ വരണമല്ലോ.
അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ബസ് തന്നെയായിരുന്നു, ഒറ്റ ട്രിപ്പായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വലിയ ബസ്സായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വൈബ് അത്ര കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടൊന്നും വെച്ചില്ല. എന്നാലും ഞങ്ങളുടെ വൈബ് കളയണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി. ടെമ്മിക്ക് പിന്നെ ഏത് പാട്ടിട്ടാലും അവൾ കളിക്കുന്നതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമേ ഇല്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിനുശേഷം മേഘേഷിൻ്റെ കയ്യിലുള്ള കണ്ണാടി വേണം പറഞ്ഞിട്ട് കണ്ണാടി വാങ്ങിച്ചു കൊടുത്ത് കണ്ണാടി ഇട്ടിട്ട് എന്തൊക്കെയൊക്കെയോ വൈബ് കാണിക്കണം ബേസ്. അങ്ങനെ ഞങ്ങളവിടെ വീടെത്തി. ഇപ്പോൾ ഇത്രയും വലിയ ബസ്സായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മതിയായി, അത്യാവശ്യം ഒരു 11:45 12 മണിൻ്റെ അടുത്തായി. രാവിലെ എണിച്ച് മേക്കപ്പ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും കഥ പറഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ള രംഗത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഥ പറഞ്ഞു ഗൈസ്. വീടെത്തിയപ്പോൾ ആകെ മുഷിഞ്ഞ അവസ്ഥയായി. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു ഓൾ ടു.